ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കിൻഡർ ഹോസ്പിറ്റലിലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബോർഡ് നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു ഹോസ്പിറ്റലിൽ ആദ്യമായിട്ട് വാട്ടർ ബെർത്തിങ് സ്റ്റാർട്ട് ചെയ്തേക്കാണ് കേട്ടോ. അപ്പോൾ ഇന്നായിരുന്നു ഇനാഗുറേഷൻ. അപ്പോൾ എന്താണ് ഈ വാട്ടർ ബെർത്തിങ്? വെള്ളത്തിലൊക്കെ പ്രസവിക്കാൻ പറ്റുമോ? അതിൽ റിസ്ക് ഉണ്ടോ? അല്ലെങ്കിൽ വേറെ പണിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അഭിപ്രായങ്ങൾ നമ്മളിൽ പലർക്കും പറയാനുണ്ടാകും. അപ്പോൾ എന്താണിതെന്ന് വിശദമായിട്ട് ഞാൻ കാണിച്ചു തരാം. കേരളത്തിൽ തന്നെ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംരംഭം നമ്മൾ തുടങ്ങുന്നത്. ഇത് ഹോസ്പിറ്റലിൽ വേറെ സ്ഥലങ്ങളിലുണ്ട് ഒന്ന് രണ്ടിടത്ത്, പക്ഷെ അതൊരു ഹോസ്പിറ്റൽ ബേസ്ഡ് അല്ല. അപ്പോൾ ഇപ്പോൾ സപ്പോസ് നമുക്ക് ഇങ്ങനെ പെട്ടെന്നൊരു എമർജൻസി എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ തന്നെ നമുക്ക് എമർജൻസി ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട്, പീഡിയാട്രീഷ്യൻ അവൈലബിൾ ആണ്, ഗൈനക്കോളജിസ്റ്റ് ഉണ്ട്, പിന്നെ നമുക്ക് ലേബർ റൂം തൊട്ട് 2-3 ലേബർ റൂംസ് എത്ര ഇതാണെങ്കിലും നമുക്ക് ഹെൽപ്പ് കിട്ടും കൂടുതൽ. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഹൈഡ്രോതെറാപ്പി എന്നുള്ളൊരു ഉദ്ദേശം എന്ന് പറയുന്നത് പേഷ്യൻറ്റിന് കൂടുതൽ കംഫോർട്ടാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ 37.5 ബിലോ ആണ് ഇത് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പേഷ്യൻറ്റ് വളരെ കംഫോർട്ടബിൾ ആയിരിക്കും. പിന്നെ ഈ ബട്ടൺ ഓൺ ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു വൈബ്രേഷൻ കാരണം ഇങ്ങനെ മസാജിങ്ങിൻ്റെ ഒരു ഫീലിംഗ് ആണ് പേഷ്യൻറ്റിന്. അപ്പോൾ എപ്പോഴും മസാജിങ് പോലെ തോന്നുന്നത് കൊണ്ട് തന്നെ പേഷ്യൻറ്റിന് പെയിൻ റിലീഫ് പെട്ടെന്ന് നന്നായിട്ടുണ്ടാവും. പിന്നെ പെട്ടെന്ന് സ്റ്റിമുലേറ്റ് ചെയ്ത് വേഗം ഡെലിവറി ആവാനുള്ള ഒരു ടെൻഡൻസി. അതുപോലെ ഈ നോർമൽ ഡെലിവറിയുടെ സമയത്ത് നമുക്ക് ടിയറൊക്കെ അതൊക്കെ എനിക്ക് തോന്നുന്നു ഇത് അതിനൊക്കെ പെർഫെക്റ്റ് ആണ്. ഇത് നോർമൽ ആ ടിയർ അതുപോലെ നമ്മൾ ആർട്ടിഫിഷ്യൽ കട്ട് കൊടുക്കും, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ടിയർ ചെറിയ കട്ട് ഇനി അങ്ങനെ ഉണ്ടായാൽ തന്നെ അത് നമ്മൾ സൂച്ചറി ചെയ്യും. പക്ഷെ അങ്ങനെ വരില്ല യൂഷ്വലി. കുറയ്ക്കാൻ പറ്റും, റെഡ്യൂസ് ചെയ്യാൻ പറ്റും, റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളിവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട്, അപ്പോൾ അതിൽ കയറി ഇവിടെ ഒരു റോപ്പ് ഉണ്ട്, അതിൽ പിടിച്ചിട്ടാണ് പേഷ്യൻ്റ് ഇതിലേക്ക് ആളിലേക്ക് ഇരിക്കുന്നത്. അപ്പം 2 സൈഡിലും നമ്മളിങ്ങനെ ഒരു ഹാൻഡിലുണ്ട്, അതിൽ വെച്ചിട്ട് ഈ സ്റ്റെപ്പിലേക്ക് ഇരുന്നിട്ട് ആളിൻ്റെ കംഫോർട്ട് എങ്ങനെയാണോ ആ ഒരു കംഫോർട്ടിൽ നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പം ഏത് പൊസിഷനിൽ വേണം, കുറച്ച് ഇറങ്ങിയിരിക്കണോ, എങ്ങനെ ഇരിക്കണോ, എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ആളിൻ്റെ കംഫോർട്ടാണ്. പിന്നെ അതേപോലെ തന്നെ ഇപ്പം നമുക്ക് ചോദിക്കാം, ഇതിൻ്റെ വെള്ളത്തിൻ്റെ ചൂട് ഇങ്ങനെ കുറച്ച് വലിയ വിശാലമായിട്ട് കിടക്കുവാണല്ലോ, പക്ഷേ ഇത് അതിന് ബേസ് ചെയ്താണ് ഈ ടബ് നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പം ഇതിൻ്റെ ചൂട് അതിലങ്ങനെ തന്നെ നിൽക്കും. പിന്നെ ഒരു കാര്യം വെച്ചിട്ടാണ്, അതായത് ഇപ്പം നമ്മൾ ഈ ഒരു വാട്ടർ ബെർത്ത് പേഷ്യൻറ്റിൻ്റെ ഇതനുസരിച്ചിട്ടാണോ അല്ലെങ്കിൽ ആളുടെ കണ്ടീഷൻസ് നോക്കിയിട്ട് ഡോക്ടേഴ്സ് തന്നെ? അതെ, നമ്മളിപ്പോൾ സജഷൻ കൊടുക്കും, പക്ഷേ ഇതിനകത്ത് നോർമൽ ഫുൾ ടൈം ബേബീസ് ആയിരിക്കണം. 37 മുകളിലും 42 ബിറ്റ്വീനിൽ 42 വരെ ആണല്ലോ നോർമൽ ഡെലിവറി. അപ്പോൾ അതുവരെ 37 മുകളിലുള്ള മദേഴ്സിനെ ആയിരിക്കും സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ ട്വിൻസ് പ്രഗ്നൻസി, പിന്നെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ അങ്ങനെയുള്ളതൊന്നും നമ്മൾ പിന്നെ ഇത് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതിനുള്ളിൽ തന്നെ എന്തെങ്കിലും എക്സസീവ് ബ്ലീഡിങ് നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പം ബ്ലഡ് കുറച്ച് കൂടുതൽ കണ്ടു, അപ്പം നമ്മുടെ ഈ അടിത്തട്ട് കാണാൻ പറ്റുന്ന ആ ഒരു ലെവലല്ലാതെ കൂടുതൽ ബ്ലഡ് വന്നാൽ പിന്നെ നമ്മളത് എൻകറേജ് ചെയ്യില്ല. അപ്പം നമ്മൾ നോർമൽ ഡെലിവറി അല്ലാത്ത ബെഡിൽ ലേബർ കോട്ടിൽ തന്നെ ആയിരിക്കും ഡെലിവറി. അപ്പം നോർമലി ഡെലിവറി ആയി കഴിയുമ്പോൾ തന്നെ എന്ന് വെച്ചാൽ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊലോങ് ലേബർ കുറയ്ക്കുക എന്നുള്ളതാണ്. ഒരു 18 hours ഒക്കെ എടുക്കുന്ന ഒരു ലേബർ അല്ലെങ്കിൽ ഒരു എപ്പിഡൂറൽ അല്ലെ പെയിൻ അനാലജസിക്ക് കൊടുക്കുന്നത് അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും, റെഡ്യൂസ് ചെയ്യാൻ. അതെ അതെ അതെ. പിന്നെ നമ്മൾ പേഷ്യൻറ്റിന് യൂറിൻ പാസ് ചെയ്യാനായിട്ട് അർജി ഉണ്ടാവും, അപ്പം നമ്മൾ അവരെ പുറത്തേക്ക് ഇറക്കി അവർ അപ്പോൾ ഈ ഇറങ്ങുമ്പോൾ തന്നെ അവർക്കൊരു എക്സസൈസ് ആണല്ലോ. അപ്പോൾ അത് ഇൻഫ്രീക്വൻ്റ് ആയിട്ട് യൂറിൻ പാസ് ചെയ്യാൻ തുടങ്ങുന്നതിൻ്റെ സിംറ്റം തന്നെ ഡെലിവറി നിയർ ആയി എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഫുള്ളി ആയി കഴിയുമ്പോൾ ഡോക്ടറും സ്റ്റാഫും ഇവിടെ നിന്ന് തന്നെ കുഞ്ഞിനെ എടുക്കും. അപ്പം ഇൻ കേസ് അവർക്ക് പിന്നെ ഡെലിവറി ആകുന്ന സമയത്ത് നമ്മൾ ഈ വെള്ളം അമ്മയുടെ വയറിൻ്റെ നേരെ നെഞ്ചിനുള്ളിൽ നെഞ്ചിൻ്റെ താഴെ ആയിരിക്കണം, ഈ വെള്ളത്തിൽ ഡിപ്പായിരിക്കണം. കുഞ്ഞിന് ഡെലിവറി ആയി കഴിയുമ്പം കൂടുതൽ ഈ അമ്മയും കുഞ്ഞും കൂടെ ഉള്ള ഒരു ബോണ്ടിങ്, ഇതിൻ്റെ ഡെലിവറി ആയ അപ്പം തന്നെ കുഞ്ഞിനെ എടുത്ത് നമ്മൾ ചെസ്റ്റിലേക്ക് വെച്ച് കൊടുക്കുകയാണ് അമ്മയുടെ. അപ്പം ചെസ്റ്റിലേക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞ് പിന്നെ നമുക്ക് ഡൗട്ട് തോന്നാം വെള്ളത്തിലേക്ക് ആയതുകൊണ്ട് കുഞ്ഞിന് നെഞ്ചിൽ വെള്ളം കയറുമ്പോൾ ഇതിനകത്ത് ഈ ലങ്സും നമ്മൾ കൂടുതൽ അന്നേരം നമ്മുടെ വയറ്റിൽ കിടക്കുമ്പോഴും നമുക്ക് ഹാർട്ടാണ് കുഞ്ഞിൻ്റെ ഫങ്ഷനിങ്. ലങ്സിന് അത്ര ഇമ്പോർട്ടൻസ് അന്നേരം ഫങ്ഷനിങ് ഇല്ല. കുഞ്ഞ് കരഞ്ഞു കഴിയുമ്പോഴാണ് ഇതിൻ്റെ കൂടുതൽ അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ബ്രീത്ത് എടുക്കാൻ ചെയ്യുന്നത്. അപ്പം ഇതിനുള്ളിൽ കിടക്കുമ്പം കുഞ്ഞിന് ആ ഒരു അമ്മയുടെ വയറ്റിൽ കിടന്ന വെള്ളത്തിൻ്റെ അതേ ടെമ്പറേച്ചർ ആണല്ലോ, ആ ഒരു ഫീലിംഗ് തന്നെയാണ്. അപ്പം ഹെഡ് ഹൈപ്പോതെർമിയ എന്ന് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുക.
തല നന്നായിട്ട് വൈപ്പ് ചെയ്യുക. എന്നിട്ട് ഈ അംബ്ലിക്കൽ കോഡ് നമ്മൾ സാധാരണ കട്ട് ചെയ്യുന്ന പോലെ തന്നെ കട്ട് ചെയ്യാം. പക്ഷെ കുറച്ച് സമയം എടുത്ത് നമുക്ക് ചെയ്താൽ മതി. നമ്മൾ മറ്റേ നോർമൽ ഡെലിവറി പോലെ തന്നെ പെട്ടെന്ന് ടാപ്പ് ചെയ്ത് കുഞ്ഞിനെ കരയിപ്പിച്ച് പെട്ടെന്ന് കട്ട് ചെയ്ത് ആ ഒരു ഇത് വേണ്ട. അപ്പം കുഞ്ഞിന്റെ പക്ഷെ ബോഡി അമ്മയുടെ ഒപ്പം തന്നെ വെള്ളത്തിൽ ഡിപ്പായിട്ട് കിടക്കണം. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് എടുത്തു കഴിയുമ്പോൾ തന്നെ നമുക്ക് വേറെ ഇൻസ്ട്രുമെന്റ് ഉണ്ട്. അത് മെഷീൻ വെച്ച് നമ്മൾ വാമായിട്ട് അമ്മേനെ കിടത്തും. ഈ നനവോട് കൂടി അമ്മേനെ കൊണ്ട് കിടത്തുമ്പോൾ എങ്ങനെയായിരിക്കും എന്നൊക്കെ ചിന്തിക്കാം. അപ്പൊ അതിനുള്ള മെഷീനും കാര്യങ്ങളും എല്ലാം നമുക്കുണ്ട്. അപ്പൊ നമുക്ക് ഈ ആ ഒരു ലാസ്റ്റ് ടൈമിൽ ഇതുപോലെ നമുക്ക് മോഷൻ ആ ഒരു ടെൻഡൻസി ഒക്കെ വരും. അപ്പൊ അത് അങ്ങനെ ഇതിലേക്ക് ഇതിലേക്ക് ഇങ്ങനെ നമ്മൾ സ്റ്റൂള് പാസ് ചെയ്യുമ്പോൾ നമുക്കൊരു സ്റ്റെയിനർ ഉണ്ട്, അരിപ്പ പോലത്തെ. അത് വെച്ച് നമ്മൾ കോരി കളഞ്ഞ് വെള്ളം കുറച്ച് പകുതിയോളം ഡ്രെയിൻ ചെയ്ത് അപ്പം ബൈ ദ ടൈം പേഷ്യന്റിനെ നമ്മൾ ഒന്ന് കംഫോർട്ടാക്കി ഇരുത്തിയിട്ട് വെള്ളം ബാക്കി ഒഴിച്ചു കൊടുക്കും. അപ്പൊ താങ്ക് യു സോ മച്ച്. യു ആർ വെൽക്കം. എന്റെ പോലുള്ള ഒരുപാട് സ്ത്രീകൾക്ക് എന്ന് വെച്ചാൽ പുതുതായിട്ട് ഇതിലേക്ക് വരുന്നവരും ഉണ്ടാവും. ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ താല്പര്യം. തീർച്ചയായിട്ടും ഇങ്ങനെ നമ്മൾ ഓരോ ഡെയിലി ലൈഫിൽ ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുകയാണല്ലോ നമുക്ക് വേണ്ടി. അന്നേരമാണല്ലോ നമ്മൾ കൂടുതലും ആൾക്കാർ നിങ്ങളിൽ ഓരോരുത്തരും കൂടെ ആണല്ലോ ഇതൊക്കെ അറിയുന്നത് പുറത്തേക്ക്. അപ്പൊ ഇങ്ങനൊരു കാര്യം ഉണ്ടെന്നുള്ളത് ഫ്രണ്ട്സിനോടൊക്കെ പറയുക എല്ലാവരോടും. ശരി, വലിയ കോസ്റ്റും ഇല്ല. അപ്പൊ നമ്മൾ നോർമലി ഒരു നോർമൽ ഡെലിവറി എന്ന് പറയുമ്പോൾ ഒരു 80,000 85 1 lakh വരെ എത്താറുണ്ട്. അപ്പോൾ ഇതൊരു 1.2-നും 1.4-നും ഇടയ്ക്കാണ്. അപ്പം ഇതൊരു വലിയ കോസ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ സ്വീറ്റ് റൂം. അപ്പോൾ ഇതിലുള്ള സംഭവങ്ങളൊക്കെ കണ്ടോ. ഇതിവിടെ പേഷ്യൻറ്റിനും എന്ന് വെച്ചാൽ അമ്മയ്ക്കും പിന്നെ ബൈസ്റ്റാൻഡറിനുള്ള ബെഡ് ഉണ്ട്, പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. അതുപോലെ ഇതൊരു സ്വീറ്റ് റൂമാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാ ഈ കാണുന്നത് ബേബി വാമറാണ്. അതായത് കുഞ്ഞുവാവ ജനിച്ച് കഴിയുമ്പോഴത്തേക്കും ആ ഒരു കുറച്ച് ടൈം കഴിഞ്ഞ് ബോഡിയൊക്കെ ഒന്ന് ഹീറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള ബേബി വാമർ ഉണ്ട്. അതുപോലെ തന്നെ ഇതൊരു സെൻട്രലൈസ്ഡ് AC റൂമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അമ്മയ്ക്കുള്ള ബെഡ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബെഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു വുഡൻ കോട്ടാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ നമ്മുടെ വീട്ടിൽ കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്നത് അതുകൊണ്ട് അതുപോലെ ഇവിടെ ഫുൾ ഡോക്ടേഴ്സും സ്റ്റാഫും എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു സേഫ്റ്റിയും നമുക്കുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വാട്ടർ ബർത്ത് നടക്കുന്ന സമയത്ത് നമ്മുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ അമ്മയ്ക്കോ നമ്മുടെ ഒപ്പം നിൽക്കാനുള്ള ഒരു സൗകര്യം കൂടെ ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഇങ്ങോട്ട് വരിക. അതുപോലെ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാനായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായവും കമൻറ്റ് ചെയ്യുക.